ഞാനും പോയിട്ടില്ല ഗൈസ്. എൻ്റെ അച്ഛനും ഞാനും എൻ്റെ അമ്മയും പോയിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും പോകുമ്പോ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ നോക്കാം. നമ്മൾക്ക് അവിടെ തന്നെയാണ് നമ്മൾ റൂമൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മള് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലോ? ഓക്കെ. നല്ല സുന്ദരിയുണ്ടല്ലേ? ഡ്രസ്സൊക്കെ നല്ലപോലെ വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ട് പോയിട്ട് വരും. കൊറേ ദൂരം ഉണ്ടല്ലേ? കിലോമീറ്റർ ഹലോ, ഞങ്ങളപ്പോ ഒരു ട്രിപ്പ് പോവാട്ടോ. ഞങ്ങള് കുറേ ദിവസമായി ഒരു സ്ഥലം വരെ പോണെന്ന് വിചാരിക്കും. ഇപ്പൊ ഞങ്ങള് മസന് കൂടി പോവാണ്. അപ്പൊ രഞ്ജുവിന്റെ കൂട്ടുകാരുടെ ഫാമിലി ഉണ്ടല്ലോ, ശോഭിയുടെ ഫാമിലി ഉണ്ട്. അപ്പൊ അവരെ അവിടുന്ന് പിക്ക് ചെയ്തിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയാണ് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാൻ എല്ലാരും കണ്ടിട്ടുണ്ടാവൂല്ലോ മസന കൂടിയൊക്കെ ഒരു വിധം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കുറേ ദിവസമായി പോണെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ശോഭിയുടെ വൈഫ് വരുന്നവരെ വെയിറ്റ് ചെയ്തതാ. ഞാനും പോയിട്ടില്ല ഗൈസ്. എൻ്റെ അച്ഛനും ഞാനും എൻ്റെ അമ്മയും പോയിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും പോകുമ്പോ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ നോക്കാം. നമ്മൾക്ക് അവിടെ തന്നെയാണ് നമ്മൾ റൂമൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മള് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ശോഭയുടെ വീട്ടിലെത്തി. അപ്പൊ അവര് കുറേ നേരം മുന്നേ തന്നെ ഡ്രസ്സൊക്കെ മാറി വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേഗം വണ്ടിയിലൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ 9 മണിക്ക് പോവാന്ന് കരുതി ഞങ്ങള് പോയിപ്പോ 11:30 ആയി. അപ്പൊ ഞങ്ങള് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ പെരുമ്പിലാവിന്ന് റൈറ്റ് കയറി ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ കുറെ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് കരുതി വെറുതെ ഇരുന്നത്. അവര് ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ ഇറങ്ങിയപ്പോ അങ്ങനെ കുട്ടികൾക്കാണെങ്കിൽ വലിയ ഇഷ്ടമായി. അവരിങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പോയപ്പോഴത്തേനും ഉച്ചയായപ്പോൾ അവിടെ ഒരു വനിതാ ക്യാൻറ്റീൻ കണ്ടപ്പം അവിടെ ആ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ പോയൊരു വനിതാ ക്യാൻറ്റീൻ കണ്ടപ്പം അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി, എന്നിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പോലെ അവിടെ എത്തുമ്പോഴത്തേനും ലേറ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്കത്രയും അറിയില്ല വഴി. ശോഭയാണെങ്കിൽ കുറേ തവണ പോയിട്ടുമുണ്ട്. അപ്പോൾ അവരൊക്കെ കിടന്ന് ഉറങ്ങി. ഞങ്ങളങ്ങനെ ഹൈ റേഞ്ച് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്കിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാലേ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് തൃശ്ശൂർ വിട്ട് പോകാൻ വലിയ സങ്കടമാണ്. അപ്പം ഇങ്ങനെ അങ്ങനെ നോക്കിയിരിക്കും. ഒരു കേരള വണ്ടിയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഹൈ റേഞ്ചിൽ അങ്ങനെ കേരള വണ്ടികൾ തന്നെ. പക്ഷേ എത്താറായിട്ടുണ്ട്, ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു വിഷമം. ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ കർണാടകയായില്ലേ. അപ്പോൾ ഇതൊരു സങ്കടത്തിലിരിക്കുക. അപ്പോൾ ഈ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കുരങ്ങിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറുന്നതിലും ഓരോ മൃഗങ്ങളെ കാണുമ്പോൾ കുരങ്ങിനെ കാണുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ. അങ്ങനെ ഞങ്ങളിത് ബോർഡർ എത്തി അങ്ങനെ കടന്ന് ഞങ്ങളങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പോകുന്ന വഴി ടയർ ചെറുതായിട്ട് പഞ്ചറായി. അപ്പം അവിടെ തന്നെ ഒരു ടയറിന് അങ്ങനെ പഞ്ചർ ഒട്ടിക്കുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചറല്ലായിരുന്നു, എയർ കുറവായിരുന്നു കേട്ടോ. അപ്പം അത് എയറൊക്കെ കറക്റ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിർത്തണം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ തോരപ്പള്ളിയിൽ എത്തിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പിന്നെ അവിടെ റൂം എടുത്തു കേട്ടോ. ആ റൂമിൽ ഇവിടെ ഈ ഒരു റേഞ്ച് റൂമുകളൊക്കെ തന്നെ ഉള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ റൂം എടുത്ത് നിൽക്കലൊന്നും അവിടെ ഇല്ല എന്ന് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അപ്പം തന്നെ ഞങ്ങൾ പോവാന്ന് വെച്ചു. ഫോറസ്റ്റ് വഴി ഒന്നും ഇങ്ങനെ ട്രാവൽ ചെയ്ത് നോക്കാൻ വല്ലതും കണ്ടാലോ എന്ന് വെച്ചിട്ട് 4:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പോകുന്ന വഴി പറയാൻ പറ്റില്ല, അത്രയധികം ആനകളെ കണ്ടു. ഒരു 50 ആനേനെ ചുരുങ്ങിയത് കണ്ടിട്ടുണ്ടാവും. ഈ പാസ് ചെയ്യുന്നത് മറ്റേ കാട്ടുപന്നിയാണ് പോണേട്ടോ. വലിയ വൃത്തിയൊന്നുമില്ല കാണാൻ. പിന്നെ കാട്ടിൽ ഇപ്പം ഇത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഉപദ്രവിക്കണമൊന്നുമില്ല ആരേട്ടാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിവിടെ അടുത്ത് ചിമ്മിനി ഡാമിലൊക്കെ എന്ന് പറഞ്ഞ ആനകളൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവരാന നമ്മൾ വണ്ടി പോയാലും ഒരു വണ്ടികളൊക്കെ കണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയ പോലെ. ഞങ്ങൾ പെട്ടെന്ന് ഈ കാട്ടുപോത്തിനെ കൊണ്ട് പെട്ടെന്ന് നോക്കി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്.
ആന ഇങ്ങനെ നിൽക്കുക. പക്ഷേ നമ്മുടെ കൂടെയുള്ളവർക്കാണെങ്കിൽ നിർത്തി ഫോട്ടോ എടുക്കണം. ശോഭിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്കത് നിൽക്കുമ്പോൾ തന്നെ പേടി, അതെങ്ങാനും ഓടി വന്നാലോ എന്ന് വെച്ചിട്ട്. കുറച്ച് ദൂരം ഉണ്ട്, പക്ഷെ എങ്ങാനും നമ്മുടെ വണ്ടി ഓഫ് ആവൂ അങ്ങനത്തെയൊക്കെ ഒരു പേടി എനിക്ക് കൂടുതലാണ്. എന്നാലും ഈ വക കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പോയി. അപ്പം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു കാട്ടുപോത്ത് അത് നിൽക്കണു, റൈറ്റ് സൈഡിൽ ഇതുപോലെ ആന. ഇതൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് തന്നെ എല്ലായിടത്ത് കണ്ടോ, ഇത്ര അധികം അടുത്താണ് ഇങ്ങനെ നിൽക്കണേ. ഇത്രയും ഇങ്ങനെ ആനേനെ കാണുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും ഒക്കെ കാണുന്ന കരുതിയുള്ളൂ. ഇത് കാട്ടുപോത്ത് അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഉപദ്രവിക്കുമോന്നൊക്കെ. പക്ഷെ തൊട്ടടുത്തോടെ പോണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചു നേരം കൂടെ ഇറങ്ങിപ്പോയി. പക്ഷെ ഇത് കാട് എത്ര പറഞ്ഞിട്ടും ഇതങ്ങോട്ട് കഴിയണില്ല, ഇങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരുന്നു. അപ്പൊ ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട് വരാന്ന് കരുതി. പിന്നെ ഇവിടെ കുങ്കിയാനകൾ, അവിടെ മറ്റേ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയ, അവിടെ കുറെ ചെക്കന്മാർ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരെ പിന്നെ അത്ര പേടിക്കണ്ടാവില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കാന്ന് കരുതിയ. അപ്പോൾ രഞ്ജുവേട്ടൻ അത് ശോഭിക്കാതെ കുറച്ചുകൂടെ ദൂരം വെറുതെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് പോയിപ്പോ അവിടെയും ചെയ്ത ആനകളുണ്ട്. എന്തോരം ആനകളെന്ന് പറഞ്ഞാൽ കുറെ മാനുകളെയൊക്കെ കണ്ടു. അത് പിന്നെ അത്രയും വലുതാക്കി ഞാൻ എടുത്തില്ല കേട്ടോ. മാനുകളുടെ വീഡിയോ എടുത്തായിരുന്നു, അത്രയും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തില്ല. ഇത് പക്ഷെ കുറേ ആനകളെന്ന് ഇതുവരെ ഞാനിങ്ങനെ എവിടെയെങ്കിലും ഒരെണ്ണം നിൽക്കണ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ നേരത്ത് പോകുന്നതാണ് എപ്പോഴും സേഫ് കേട്ടോ. സേഫ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കാണാൻ ആഗ്രഹിച്ചു പോണവർക്ക് ഈ ടൈമിൽ പോകുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം എല്ലാവരും രാവിലെ തന്നെ ഫസ്റ്റ് വണ്ടിക്ക് കടക്കണേൻ്റെ ഒപ്പം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോണേ. പക്ഷേ ഞങ്ങളന്ന് പെട്ടെന്ന് ശോഭിയാണ് പറഞ്ഞത്, നമുക്ക് എന്തായാലും റൂമിൽ എത്തി 5 മണിക്ക് 4:30 എത്തി, പിന്നെ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്കൊന്ന് പോയി പുറത്തു പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നതാ. പക്ഷെ ഈ ആനകളെ കണ്ടപ്പോൾ ആ ഒരു ക്രേസ് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കാണില്ലേ കുറേ ആനകൾ. ഇത് ഫാമിലി കേട്ടാ, ഒരു 4-5 ആനകളുണ്ട്. അതിൽ കുഞ്ഞേ ആനക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് അതിനെ കണ്ടപ്പോൾ എടുക്കാനൊക്കെ തോന്നണ പോലെ തോന്നി, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. മാനുകള് പിന്നെ ഞാനിപ്പോ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തതാ. അപ്പൊ തിരിച്ചു പിന്നെ തിരിച്ചു പോരുകയാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി തിരിച്ചു. അപ്പോൾ ഇതേ ആനകൾ, ഒരു ആന അവിടെ നിന്ന് മണ്ണൊക്കെ വാരി പുറത്തൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോൾ ഇത്തിരി നേരം വൈകി. അപ്പൊ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. അതിരാവിലെ തന്നെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു മൈസൂർക്ക്. അപ്പൊ പിന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തി. അപ്പൊ നാളെ ഞങ്ങൾ മൈസൂർ പോണ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.